ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പച്ചമാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ ഒരു മൺകലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു നേരം കൊണ്ട് നമുക്ക് പച്ചമാങ്ങ ചെറുതായിട്ട് ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമാങ്ങയിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് അതിൻ്റെ അളവ് അതിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ. ഈ ഒരു ഉപ്പ് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ ഈ ഒരു ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു നേരം കൊണ്ട് ഉപ്പ് നന്നായിട്ട് മാങ്ങയിൽ പിടിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ്. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ ബാക്കി എന്ത് ടൈപ്പ് ഓഫ് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഈ ഒരു കറിക്ക് കറക്റ്റ് ഒരു ഫ്ലേവറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ ഒരുപാട് അധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് മാത്രം ഉലുവ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് നഷ്ടമാവും. അപ്പോൾ ശരിക്ക് ഒരു മണം വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതേ കണ്ടില്ലേ, ഇത്ര ഉലുവ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് കടുക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉലുവ ഒരുപാട് ബ്രൗൺ ആവാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കടുക് കൂടി ചേർത്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഉലുവ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കടുക് നന്നായി പൊട്ടി വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ഉലുവ കൂടി കറക്റ്റ് പാകമായിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലോട്ട് വെളുത്തുള്ളി, കുഞ്ഞതായിട്ട് മുറിച്ചിട്ടുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് ഇതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഒരു മൺകല ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പകരമായിട്ട് വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചട്ടി ഇത്രത്തോളം ചൂടായി വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു മൺകല ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ചൂട് ഇതിൻ്റെ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ശരിക്കും ആ ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് ഞാനിതിലോട്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓൾറെഡി നമ്മൾ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽ എക്സ്ട്രാ ഉപ്പോ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ നേരത്തെ തന്നെ പച്ചമാങ്ങയിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ മഞ്ഞളുടെയും മുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ പച്ചമാങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 3 മിനിറ്റോളം നമ്മൾ സ്പൈസസ് ഇട്ടതിന് ശേഷം വെയിറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പച്ചമണം മാറില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് ഒരു 3 മിനിറ്റോളം നമ്മൾ ഈ മുളക് പൊടിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ പച്ചമാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഫ്ലെയിം ഓണാക്കി കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഈ ഒരു പച്ചമാങ്ങൻ്റെ വേവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചിലർക്ക് ഒരുപാട് പച്ചമാങ്ങ വെന്ത് പോണത് ഇഷ്ടമുണ്ടാവില്ല. ചിലർക്ക് ഒരുപാട് പച്ചമാങ്ങ നന്നായി വെന്ത് കഴിഞ്ഞാലാണ് ഇഷ്ടമുണ്ടാവുക. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത്രയും കൂടി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ അത് ഓരോ ആൾക്കാരനെ ഡിപ്പെൻസ് ചെയ്തിരിക്കും. അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ഒന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പച്ചമാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇനിയും ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം എനിക്ക് കറക്റ്റ് ഒരു പരിവായതുകൊണ്ടാണ് ഞാൻ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാത്തത്.
പിന്നെ ഈ ഒരു നേരത്ത് നമുക്കിനി ഈ ഒരു പച്ചമാങ്ങേൻ്റെ വേവൊക്കെ കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കായപ്പൊടി കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, ഒരുപാട് ചേർത്ത് കൊടുക്കണം എന്നില്ല, കുറച്ച് കായപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കായപ്പൊടി ഒരിക്കലും സ്കിപ്പ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്രയും കൂടി സ്പൈസസ് ഒക്കെ അധികം ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ വിനീഗറും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിന് അത്രത്തോളം സ്പൈസസും ആവശ്യമില്ല, അതുപോലെ വിനീഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു നേരത്ത് നമുക്കിതിൽ 1 സ്പൂണ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യണ മാങ്ങ കുറച്ച് ചെനിഞ്ഞതാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ട്രാ മധുരം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിന് പകരം തന്നെ നമുക്ക് ആ ഒരു മാങ്ങയിൽ തന്നെ ചെറിയൊരു മധുരം നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എക്സ്ട്രാ മധുരമോ അല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. പക്ഷേ ഈ ഒരു മാങ്ങേൻ്റെ ഈ ഒരു റെസിപ്പിയിൽ ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല, ആ ഒരു പുളി കൊടുക്കുന്നത് തന്നെയാണ് കഴിക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ കഴിക്കാം. പക്ഷേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുളിയും മധുരവും എരിവും എല്ലാം കൂടി ആയിട്ടുള്ളൊരു മിക്സ്ചർ, ആ ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് നമുക്കിനി ആവശ്യമുള്ളത് നല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ട തൈര് ഞാൻ പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുളിയില്ലാത്ത തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യണത്. അല്ല, പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പുളിയുള്ള തൈരാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ആണെങ്കിലും നമുക്കിത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒരു ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്, വേറെ ഒരു കറീൻ്റെ ആവശ്യമില്ല. സാധാരണ ഞാനിത് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം രാത്രിയാണ് ഉണ്ടാക്കി വെക്കാറ്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുന്തോറുമാണ് കേട്ടോ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് കൂടി വരുന്നത്. അപ്പോൾ അച്ചാറും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു കാറ്റഗറി പെടുന്ന ഒരു തരം ഫുഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മൾ ഈ ഒരു തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് തിളച്ചിട്ട് ഒക്കെ ഈ ഒരു തൈര് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറണ വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളകോ ഉണക്ക മീനോ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.